ഹലോ, വെൽക്കം ടു ഫ്രെയിംസ് ആൻഡ് ഫോളിയോസ് ബൈ ഷെറ. നമുക്കൊരു പ്രീമിയം സ്റ്റേക്കേഷന് പോയ കഥ കേട്ടാലോ? പോയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി ബോൾഗാട്ടി. ഈ ബോൾഗാട്ടി ഐലൻഡിൽ ഈ ഒരു ലക്ഷറി വാട്ടർ ഫ്രണ്ട് ഹോട്ടൽ ഒരു 26 ഏക്കറിലായിരിക്കുന്നതാണ് പറയുന്നത്. കൂടാതെ റൂംസും സ്യൂട്ട്സും എല്ലാം കൂടെ കൂട്ടി ഒരു 264 ലക്ഷറി റൂംസും 38 സ്യൂട്ട്സ്, 4 വില്ലാസ്, പ്രൈവറ്റ് പൂൾസ്, അതൊക്കെ രസമാണ്. വില്ല ഇച്ചിരി രസമാണ്. ഒരു പ്രൈവറ്റ് പൂൾ വരുമ്പോൾ വേറൊരു വൈബാണ്. എങ്ങനെ വന്നാലും നല്ല സർവീസും നല്ല ഫുഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ തരുന്നത് തന്നെ നമുക്ക് ഭയങ്കര സൂത്തിങ് അല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് പറയാൻ മറന്നുപോയി. ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിരുന്നു. നമുക്ക് എങ്ങനെ പോയാലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് പോവുകയായിരുന്നു. നമുക്ക് 7th ഫ്ലോറിലാണ് റൂമിലാണ് കിട്ടിയത്. 7th ഫ്ലോറിൽ 740 റൂം നമ്പർ, ഗ്രാൻഡ് സ്യൂട്ട് കിങ്. ഒരു ലക്ഷറിയസ് റൂം, ലേക്ക് വ്യൂ ആണ്. അവിടെ ഒരു സെപ്പറേറ്റ് ലിവിംഗ് ഉണ്ട്, കിങ് ബെഡ്, വാക്ക് ഇൻ വാർഡ്രോബ്, വേമ്പനാട് ലേക്ക് ബാക്ക് വാട്ടറിലുള്ള വ്യൂ, അതൊക്കെ ഭയങ്കര എൻജോയബിൾ ആണ്. രസമാണ് കാണാൻ. റൂം അമ്യൂണിറ്റീസ് തന്നെയും ഭയങ്കര ലക്ഷറി ബാത്റൂം, വാക്ക് ഇൻ ഷവേഴ്സ് ആൻഡ് ബാത്ത് ടബ്, പിന്നെ ഡീലക്സ് ഫ്രഞ്ച് നോട്ട് ബാത്റൂം അമ്യൂണിറ്റിയാണ് ആ കൂടുതലും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അത് ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു. ഇവരുടെ ഒരു മിറർ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളെ തന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. എല്ലാം ഒരു ലക്ഷറി അമ്യൂണിറ്റീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് ആ ഒരു 2 നൈറ്റ്സിന് വേണ്ടിയുള്ള എല്ലാം ആ റൂമിൽ തന്നെ ആവശ്യത്തിലധികം ഉണ്ട്. പിന്നെ പുറത്ത് അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, പൂൾസ്. പിന്നെ ഡൈനിങ്സ് ആണെങ്കിൽ നമുക്കറിയാം, മലബാർ കഫേ, തായ്സോൾ, ക്ലബ് ഹൗസ് കോളനി, അതൊക്കെ അടിപൊളിയായിരുന്നു. ഈ 3 കഫേസിലും എനിക്ക് കൂടുതലും താല്പര്യം തോന്നിയത് തായ്സോൾ തന്നെയാണ്. കാരണം തായ്സോളിൽ എന്തോ ഒരു വൈബ്, ഒരു എക്സ്ട്രാ വൈബ് ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഒരു ടേസ്റ്റ് വൈസ് ഇച്ചിരി മുന്നിൽ നിൽക്കുന്ന തായ്സോളാണ്. ഫ്ലേവേഴ്സൊക്കെ രസമായിരുന്നു. അവരുടെ ആ ഒരു സോസ് തന്നെ കൂട്ടി കഴിക്കാൻ ഭംഗിയാണ്, രസമാണ്. പിന്നെ അതിനകത്തുള്ള ഇൻറ്റീരിയറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പകൽ സമയത്ത് കുട്ടികൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ പേ ചെയ്തും പേ ചെയ്യാതെയും ഉള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പൂൾസ്, അതിനോട് ഒപ്പമുള്ള പൂൾ ബാർസ് എല്ലാം രസമാണ്. അങ്ങനെ ഒരു 2 days നന്നായി നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം ഗ്രാൻഡ് ഹയാത്തിൽ ഒരു അടിപൊളി സ്റ്റേക്കേഷൻസ് എന്ന് പറയും. വലിയ കുറ്റങ്ങളൊന്നും പറയാൻ ഇല്ല. നമുക്ക് മാക്സിമം അവിടുത്തെ എല്ലാം നമ്മുടെ നമ്മളോടുള്ള ബിഹേവിങ്ങുള്ള എല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. വേറെ അല്ലാതെ സ്പായും ഫിറ്റ്നസ് സെൻ്ററും ഒക്കെ ഉണ്ട്. എല്ലായിടത്തും നമുക്ക് ഓടിയെത്താനുള്ള സമയം കിട്ടിയില്ല.